ഹലോ എവ്രിബഡി, വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോളജി ലെസൺ 2 ആണ്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ 6 എന്നായിട്ടൊക്കെ എടുക്കുന്നത്. ഓക്കെ, സോ ചാപ്റ്റർ 6 ടിഷ്യൂസ് എന്നാണ് ചാപ്റ്ററിൻ്റെ നെയിം. ടിഷ്യൂസ്. സോ എന്താണ് ടിഷ്യൂസ്? അതിൻ്റെ മുമ്പ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ സെൽസിനെ കുറിച്ചിട്ടാണ് പഠിച്ചേക്കുന്നത്, റൈറ്റ്? സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാ ലിവിങ് ഓർഗാനിസംസും സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്, റൈറ്റ്? സോ സെൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് യൂണിസെല്ലുലാർ ഓർഗാനിസംസും ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസും ഉണ്ട്. യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ എന്താണ് സംഭവം? ആ ഒരു ഓർഗാനിസത്തിൽ ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു സിംഗിൾ സെല്ലാണ് എല്ലാ ഫങ്ഷൻസും ചെയ്യുന്നത്, റൈറ്റ്? ഫോർ എക്സാമ്പിൾ നമ്മുടെ അമീബ എന്താ ചെയ്യുന്നത്? അതേ സമയത്ത് നമ്മുടെ അമീബ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്, അതായത് ഒരൊറ്റ സെല്ലേ അവർക്കുള്ളൂ. സോ ഇവരുടെ ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസും ഒരു പെർട്ടിക്കുലർ സെല്ലാണ് ചെയ്യുന്നത്. ഈ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? മൂവ്മെൻറ്റ്, അവരുടെ മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ, മൂവ്മെൻറ്റ്. പിന്നെ എന്താ? ഇൻടേക്ക് ഓഫ് ഫുഡ്, അതായത് ഫുഡ് കഴിക്കുന്ന പരിപാടി. പിന്നെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഗ്യാസസ്, റെസ്പിറേഷൻ, അത് പിന്നെ എന്താ? എക്സ്ക്രീഷൻ. ഈ എല്ലാ ഫങ്ഷൻസും ഒരൊറ്റ സെല്ലാണ് അമീബയിൽ ചെയ്യുന്നത്. കാരണം എന്താ? അവർ യൂണിസെല്ലുലാർ ഓർഗാനിസം ആയതുകൊണ്ട്. അതേ സമയത്ത് നമ്മുടെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്, അതായത് നമ്മൾ ഹ്യൂമൻസ്, ആനിമൽസ്, ഇവരിലൊക്കെ എന്താ സംഭവിക്കുന്നത്? ഒരുപാട് സെൽസുകളുണ്ട്, മില്യൺസ് ഓഫ് സെൽസുകളുണ്ട് നമുക്ക്, അല്ലേ? സോ ഈ സെൽസുകൾ എല്ലാം പല ഫങ്ഷൻസുകളാണ് ചെയ്യുന്നത്, അല്ലേ? അതായത് ഒറ്റ സെൽ യൂണിസെല്ലുലാർ ഓർഗാനിസംസിലാച്ചെങ്കിൽ എല്ലാ ഫങ്ഷൻസും ഒരൊറ്റ സെല്ലാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്കാച്ചെങ്കിൽ, നമ്മൾ മൾട്ടി സെല്ലുലാറിലാച്ചെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് സെൽസുകളാണ് ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യുന്നത്. ആ ഒരൊറ്റ പെർട്ടിക്കുലർ ഫങ്ഷൻ ആയിരിക്കും ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ല് ചെയ്യുന്നത്. അതേ ഗ്രൂപ്പ് ഓഫ് സെല്ല് വേറെ ഫങ്ഷൻ ചെയ്യില്ല, ഒരൊറ്റ ഫങ്ഷൻ ആയിരിക്കും ചെയ്യുന്നുണ്ടാവാം. അതായത് അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പ് ഓഫ് സെൽസ് ചെയ്യുന്ന ആ ഒരു ഒറ്റ ഫങ്ഷൻ വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും. കാരണം എന്താ? അവർക്ക് വേറെ പണിയൊന്നുമില്ല. നമ്മുടെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിൽ എന്തുണ്ട്? ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. ഉണ്ട്. ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായി, ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. അതായത് അത്രയും സെൽസുകൾ ഇത്രയും ഫങ്ഷൻ ചെയ്യണം. സോ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സെൽസുകളിലും ഗ്രൂപ്പായിട്ട് ഓരോ ഗ്രൂപ്പ്സിനും ഒരു ഫങ്ഷൻ ചെയ്യാനുള്ള ടാസ്ക്കാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിക്ക് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുന്നു, റൈറ്റ്? സോ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമ്മുടെ ഹ്യൂമൻ ബീങ്സിൽ നമ്മുടെ മസിൽ സെൽസ് കൺട്രാക്ട് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. എന്തിന്? മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ. നമ്മൾ മൂവ് ചെയ്യുന്നത് എങ്ങനെ? മസിൽസുകൾ കൺട്രാക്ട് ചെയ്തിട്ടും റിലാക്സ് ചെയ്തിട്ടുമാണ് മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. അതുപോലെ നമ്മുടെ നെർവ് സെൽസ് എന്താണ് ചെയ്യുന്നത്? അവർ മെസ്സേജസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്, റൈറ്റ്? പിന്നെ നമ്മുടെ ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ്സൊക്കെ എന്താ ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ, ഫുഡ്, ഹോർമോൺസ്, വേസ്റ്റ് മെറ്റീരിയൽസ് ആൻഡ് സോ ഓൺ, അല്ലേ? സോ നമ്മുടെ ബോഡിയിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഒരുപാട് സെൽസുകളുണ്ട്. അതിൽ ഓരോ ഗ്രൂപ്പ് ഓഫ് സെൽസുകളും ഓരോ പെർട്ടിക്കുലർ ഫങ്ഷൻസ് ആണ് ചെയ്യാൻ, ഡിഫറെൻറ്റ് പെർട്ടിക്കുലർ ഫങ്ഷൻസുകളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര എഫിഷ്യൻ്റ് ആണ് ചെയ്യുന്നത്. അതേ സമയത്ത് നമ്മുടെ പ്ലാന്റ്സ് ആച്ചെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ പ്ലാന്റ്സിന് വാസ്കുലാർ ടിഷ്യൂസുകളുണ്ട്. നമ്മുടെ പ്ലാന്റ്സിന് വാസ്കുലാർ ടിഷ്യൂസുകളുണ്ട്. ഇവരെന്താ ചെയ്യുന്നത്? ഇവർ കണ്ടക്ട് ഫുഡ് ആൻഡ് വാട്ടർ ഫ്രം വൺ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ടു അതർ പാർട്സ്. അതായത് ഫുഡും വാട്ടറും ഇവർ പ്ലാന്റ് full body parts of the plantനെ ട്രാൻസ്പോർട്ട് ചെയ്യും ഫ്രം വൺ പാർട്ട് ടു അതർ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ എവിടെയാണ് പ്ലാന്റ്സിൽ ഉണ്ടാകുന്നത്? നമ്മുടെ ലീവ്സിലാണ്. സോ ലീവ്സിൽ നിന്ന് ഫുഡ് എടുത്തിട്ട് ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് ഫുഡ് ആവശ്യമെങ്കിൽ അത് അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. വാട്ടർ എവിടെ നിന്നാണ്? റൂട്ട്സിൽ നിന്നും, നമ്മുടെ സോയിൽ നിന്നും
പ്ലാന്റ്സ് വെള്ളം വലിച്ചെടുത്തിട്ട് റൂട്ടിലേക്ക് കൂടെ വെള്ളം വലിച്ചെടുത്തിട്ട് ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് വെള്ളം ആവശ്യമെങ്കിൽ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. സോ ഇതൊക്കെ വാസ്കുലർ ടിഷ്യൂസ്. സൈലം ആൻഡ് ഫ്ലോയം ആർ ദ വാസ്കുലർ ടിഷ്യൂസ് ഓഫ് പ്ലാന്റ്സ്. ഓക്കെ, ദാറ്റ് ഈസ് സൈലം ആൻഡ് ഫ്ലോയം. ഫ്ലോയം ആ വാസ്കുലർ ടിഷ്യൂസ് ഓഫ് പ്ലാന്റ്സ്. ഈ രണ്ട് നെയിംസ് ഓർത്ത് വയ്ക്കാൻ, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. എല്ലാം ഭയങ്കര എളുപ്പമാണ്, പക്ഷേ സ്റ്റേ ഫോക്കസ്ഡ്. ഓക്കെ, സോ പ്ലാന്റ്സിൽ വാസ്കുലർ ടിഷ്യൂസ് ആണ് ഫുഡും വാട്ടറൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ പ്ലാന്റ്സിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. എന്താണ് ടിഷ്യൂസ് എന്ന്? ഓക്കെ, സോ എന്താണ് ടിഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ ഓഫ് സെൽസ് that are similar in structure and work together to achieve a particular function forms a tissue. So എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, once more, a group of cells that are similar in structure and work together to achieve a particular function forms a tissue. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ്, ഒരു കൂട്ടം സെൽസ്, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിനാണ് നമ്മൾ ക്ലസ്റ്റർ എന്ന് തന്നെ പറയുന്നത്. സോ ഒരു കൂട്ടം സെൽസ്, അവരിലുള്ള ഓരോ സെൽസുകളിലും ഒരേപോലത്തെ സെൽസ് ആയിരിക്കും സ്ട്രക്ചർ വൈസ്. ഈ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഒരേ ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ ആയിരിക്കും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, സോ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് അവരുടെ ജോലി എന്താ? ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ആ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാം. ആർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് മെയ്ഡ് അപ്പ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് ടിഷ്യൂ? നമ്മുടെ പ്ലാന്റ്സിലും ആനിമൽസിലും രണ്ടാൾക്കാർ മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് ആണ്. ഇവർ രണ്ടാൾക്കാരുള്ള ടിഷ്യൂസ് രണ്ടും സെയിം ആണോ? അല്ലയോ? ഓക്കെ, നമുക്ക് അതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ പ്ലാന്റ്സും ആനിമൽസും അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസുകളുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സ് മൂവ് ചെയ്യോ? ഇല്ല, അവർ സ്റ്റേഷനറി ആണ്, അല്ലെങ്കിൽ അവർ ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഈ ഫിക്സ്ഡ് ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാനായിട്ട് അവർക്ക് സ്ട്രക്ചറൽ ആയിട്ടുള്ള സ്ട്രെങ്ത് ആണ് ആവശ്യം. ഓക്കെ, സ്ട്രക്ചറൽ ആയിട്ടുള്ള സ്ട്രെങ്ത് അല്ലെങ്കിൽ സപ്പോർട്ടീവ് സ്ട്രെങ്ത് അത് കൊടുക്കുന്ന ഈ അവരുടെ പാർട്സ് അല്ലെങ്കിൽ അവരുടെ ബോഡിയിലുള്ള സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഡെഡ് സെൽസ് ആയിരിക്കും. ഈ ഡെഡ് സെൽസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ലെസ് മെയിൻ്റെനൻസ് മതി. ഓക്കെ, ഡെഡ് സെൽസുകളായിരിക്കും. സോ അതുകൊണ്ട് തന്നെ എന്താണ്? ലെസ് മെയിൻ്റെനൻസിൻ്റെ ആവശ്യം മതി. ഡെഡ് സെൽസ് ആണ്, ആൻഡ് therefore ലെസ് മെയിൻ്റെനൻസ്. ഈ ലെസ് മെയിൻ്റെനൻസ് ഉദ്ദേശിക്കാൻ കാരണം എന്താ? ഇൻടേക്ക് ഓഫ് ഫുഡ്. ഇപ്പോൾ എനർജീൻ്റെ ആ ഒരു ആവശ്യകത വളരെ കുറവായിരിക്കും. ഫുഡ് കാര്യങ്ങൾ, ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള നമ്മുടെ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ലേ, ഗേഷ്യസ് എക്സ്ചേഞ്ച്, ഫുഡ് ഇൻടേക്ക് കാര്യങ്ങൾ. ഈ ഡെഡ് സെൽസ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും അങ്ങനെ ആവശ്യം വരുന്നില്ല. പോയിൻറ്റ് നമ്പർ 1. പക്ഷെ നമ്മൾ ആനിമൽ സെൽസോ, ലൈക്ക് നമ്മുടെ ഹ്യൂമൻസ് എന്നു വിചാരിച്ചു നോക്കിയേ. ആനിമൽ സെൽസിലാച്ചെങ്കിൽ അവർ മൂവ് ചെയ്യും. ദേ ഡു മൂവ്. അവരെന്തിനാണ് മൂവ് ചെയ്യുന്നത്? ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്, മെയ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഷെൽട്ടറിന് വേണ്ടിയിട്ട്. റൈറ്റ്? ഈ 3 കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇവർ സാധാരണ മൂവ് ചെയ്യുന്നത്. സോ ഈ മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് എനർജി ആവശ്യമുണ്ട്. റൈറ്റ്? അവർക്ക് എന്താ ആവശ്യം? അവർക്ക് എനർജി ആവശ്യമുണ്ട്. അപ്പോൾ ഈ എനർജി ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടി കൂടുതൽ മെയിൻ്റെനൻസിൻ്റെ ആവശ്യമുണ്ട്. റൈറ്റ്? ഇവർക്ക് എനർജി ആവശ്യമുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ മെയിൻ്റെനൻസിൻ്റെ ആവശ്യമുണ്ട്. സോ ഫസ്റ്റ് ഡിഫറൻസ് ആണ് പ്ലാന്റ്സ് ടിഷ്യൂസും ആനിമൽ ടിഷ്യൂസും സിമിലർ ആണോ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ പറയണം നോട്ടബിൾ ഡിഫറൻസ് ഉണ്ട്. എല്ലാം വളരെ കറക്റ്റ് അല്ല, സെയിം അല്ല, നോട്ടബിൾ ഡിഫറൻസും ഉണ്ട്. പ്ലാന്റ്സ് സ്റ്റേഷനറി ആയതുകൊണ്ട് തന്നെ അവർക്ക് സപ്പോർട്ടീവ് സെൽസ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ സ്ട്രെങ്ത് കൊടുക്കുന്നത് മിക്കവാറും ഡെഡ് സെൽസുകളാണ്. അവർ മൂവ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ലെസ് മെയിൻ്റെനൻസ് മതി. ആനിമൽസ് ആച്ചിങ്ങനെ മൂവ് ചെയ്യുന്നു. എന്തിനൊക്കെ? ഫുഡിന്, മെയ്റ്റ്സിന്, ഷെൽട്ടറിന് വേണ്ടിയിട്ട്.
അതുകൊണ്ട് തന്നെ ഒരുപാട് കൺസെപ്ഷൻ ഓഫ് എനർജി ആവശ്യമുണ്ട് പ്ലാന്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. ദിസ് ഈസ് ദ ഫസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദം. സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് അവരുടെ ഗ്രോത്ത് പാറ്റേൺ ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ പ്ലാന്റ്സിൻ്റെ കാര്യം തന്നെ നോക്കിക്കേ, അവരെങ്ങനെയാണ് വളരുന്നത്. അവർക്കൊരു പെർട്ടിക്കുലർ രീതിക്കായിരിക്കും വളരുക അല്ലേ. അവരുടെ എല്ലാ ഭാഗങ്ങളും ഒരേപോലെ യൂണിഫോം ആയിട്ടല്ല വളരുന്നത്. റൈറ്റ്, ഫോർ എക്സാമ്പിൾ അവരുടെ സ്റ്റെമ്മ് മിക്കവാറും വെർട്ടിക്കൽ ഗ്രോത്ത് അപ്വേർഡ് ആയിരിക്കും അല്ലേ. അല്ലെങ്കിൽ ചില പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും അണ്ടർഗ്രൗണ്ട് ഒക്കെ ആകുമ്പോൾ എങ്ങനെയാണ് ആ റൂട്ടിൻ്റെ ഭാഗം താഴോട്ടായിരിക്കും വളരുക അല്ലേ. സോ അതായത് പ്ലാന്റ്സുകളിൽ എല്ലാ പാർട്സും ഒരുപോലെ വളരുന്നില്ല. ഒരു പെർട്ടിക്കുലർ റീജിയനുകളിലുള്ള സെൽസുകളാണ് ഗ്രോ ചെയ്യുന്നത് അല്ലേ. പക്ഷെ അതേ സമയത്ത് നമ്മുടെ ആനിമൽ സെൽസ് ആണെങ്കിലും അവരുടെ ഗ്രോത്ത് യൂണിഫോം ആയിരിക്കും. ഇപ്പം നമ്മുടെ കാര്യം തന്നെ നോക്കി നോക്കിയാൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് മാത്രം വളർന്നു പോവുകയാണ് ചെയ്യുക അല്ലല്ലോ, ലെഫ്റ്റ് സൈഡും കൂടി വളർന്നു പോകുന്നുണ്ട്. റൈറ്റ്, എല്ലാ ഭാഗങ്ങളും വളരുന്നത് യൂണിഫോം രീതിക്കായിരിക്കും അല്ലേ. സോ അതാണ് പാറ്റേൺ ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞ ഡിഫറൻസ് ഇവിടെ കൊണ്ടുവരാൻ കാരണം. പ്ലാന്റ്സുകളിൽ സർട്ടൺ റീജിയൻസുകളിൽ മാത്രമായിരിക്കും ഗ്രോത്ത് കാണുന്നത്. അവിടെ പ്ലാന്റ്സിലെ ചില ഭാഗങ്ങൾ ത്രൂ ഔട്ട് ദ ലൈഫ് അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ ആ ഒരു ബേസ് വെച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിലെ ഉള്ള ചില സെൽസുകൾ ത്രൂ ഔട്ട് ദ ലൈഫ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ബേസിലെ ദാറ്റ് ഈസ് അവരുടെ ആ ഡിവൈഡിങ് കപ്പാസിറ്റി ഓഫ് ദ സെൽസ്. ഓക്കെ, ആ സെൽസുകൾ അല്ലെങ്കിൽ ആ ടിഷ്യൂസ് ഡിവൈഡ് ചെയ്യുന്ന കപ്പാസിറ്റി അനുസരിച്ചിട്ട് ആ പ്ലാന്റ് ടിഷ്യൂസ് ഉണ്ടല്ലോ രണ്ടാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിവൈഡിങ് കപ്പാസിറ്റി ഓഫ് ദ പ്ലാന്റ് സെൽ ഡിവൈഡിങ് കപ്പാസിറ്റി ഇൻ ദ പ്ലാന്റ്സ് ടിഷ്യൂസിനെ സംബന്ധിച്ചിട്ട് ആ പ്ലാന്റ് ടിഷ്യൂസ് രണ്ടാക്കിയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അല്ലെങ്കിൽ ഗ്രോയിങ് ടിഷ്യൂ എന്ന് പറയും. സെക്കൻഡ് വൺ ആണ് പെർമനൻറ്റ് ടിഷ്യൂസ്. ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഈ ഓരോ കാര്യങ്ങളും ഇനി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. വളരെ സിമ്പിളാണ്. സോ ഓക്കെ, പ്ലാന്റ് ടിഷ്യൂസ് അവരുടെ ഡിവൈഡിങ് കപ്പാസിറ്റി അനുസരിച്ചിട്ട് രണ്ടാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആൻഡ് സെക്കൻഡ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഓൾസോ കോൾഡ് ആസ് ഗ്രോയിങ് ടിഷ്യൂസ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദ പെർമനൻറ്റ് ടിഷ്യൂ. ഓക്കെ, ഫൈൻ. ഓക്കെ, നമ്മളിനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നതാണ്. ഫസ്റ്റ് വൺ പ്ലാന്റ് ടിഷ്യൂസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഡിവൈഡിങ് കപ്പാസിറ്റി ഓഫ് ദ ടിഷ്യൂസ് വെച്ചിട്ട്. ഫസ്റ്റ് വൺ ആയ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. സോ എന്താണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിലുള്ള ഗ്രോത്ത് എപ്പോഴും സർട്ടൻ സ്പെസിഫിക് റീജിയൻസുകളിലാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വളരുന്ന ആ റീജിയൻസുകളിലായിരിക്കും നമ്മുടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അല്ലെങ്കിൽ ഗ്രോയിങ് ടിഷ്യൂ, അതായത് വളർച്ച വരാൻ കാരണമുള്ള ടിഷ്യൂസുകൾ. ഞാൻ പറഞ്ഞിരുന്നു ഓരോ ടിഷ്യൂസിനും പെർട്ടിക്കുലർ ഫങ്ഷൻസുകൾ ഉണ്ട്. അതായത് ഗ്രൂപ്പ് ഓഫ് സെൽസ് അവർ ആണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഈ ഓരോ ടിഷ്യൂസിനും ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻസ് ആണ് നമ്മുടെ മൾട്ടി സെല്ലുലർ ഓർഗാനിസംസിൽ ചെയ്യുന്നത്. സോ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അല്ലെങ്കിൽ ഗ്രോയിങ് ടിഷ്യൂസ് എന്ന് പറയുന്ന സംഭവമാണ് നമ്മുടെ ഈ പ്ലാന്റ്സിലുള്ള ഗ്രോത്തിന് കാരണമുള്ള ആൾക്കാർ. ഓക്കെ, സോ നമ്മുടെ പ്ലാന്റ്സിലുള്ള സ്പെസിഫിക് റീജിയൻസുകൾ വളരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിലായിരിക്കും മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസുകൾ ഉണ്ടായിരിക്കുക. റൈറ്റ്, സോ ആ പോയിൻറ്റ്സുകളിലായിരിക്കും നമ്മുടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഉണ്ടായിരിക്കുക. ഇനി നമ്മുടെ പ്ലാന്റ്സിലുള്ള ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഏതൊക്കെ ഭാഗങ്ങളിലാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്ന ആ ഒരു പൊസിഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു റീജിയൻ വെച്ചിട്ട് വീണ്ടും ഒരു ക്ലാസിഫിക്കേഷൻ സംഭവിക്കുന്നു. എന്താണ് ആ ക്ലാസിഫിക്കേഷൻ? ഓക്കെ, സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ റീജിയൻ ഓഫ് വാട്ട് the location of the meristematic tissues in the പ്ലാന്റ്സിലുള്ള മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഉള്ളത് എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മുടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് എപ്പിക്കൽ മെരിസ്റ്റം, സെക്കൻഡ് വൺ ലാറ്ററൽ മെരിസ്റ്റം, തേർഡ് വൺ ഇന്റർകാലറി മെരിസ്റ്റം. ഈ മൂന്നെണ്ണം. എപ്പിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പിലായിരിക്കും. ഓക്കെ, ഏറ്റവും മോൾ ഭാഗത്തായിരിക്കും. ലാറ്ററൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് എന്നാണ് മീനിങ്. സൈഡ് വൈസ് ഗ്രോത്ത് സംഭവിക്കുന്ന. ഓക്കെ, ഫൈൻ.
എപ്പിക്കൽ മെരിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലായിരിക്കും, ടിപ്സിലായിരിക്കും ഉണ്ടായിരിക്കുക. അതായിരിക്കും വെർട്ടിക്കൽ ഗ്രോത്ത് കാരണം. ഫോർ എക്സാമ്പിൾ നമ്മുടെ റോസ്, ഒരു പ്ലാന്റ് നമ്മൾ മുകളിലോട്ട് വളർന്നു പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ ടിപ്പുമേ എപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ പ്രസൻസ് കാരണമാണ്. നൗ ലാറ്ററൽ മെരിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ തടിയിൽ നമ്മുടെ വോളിയം, അതായത് നമ്മുടെ സ്റ്റെം ഭാഗത്തിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുക, അതായത് സ്റ്റെമ്മിൻ്റെ ആ തടി ഇൻക്രീസ് ചെയ്യുന്നതിനാണ് ആ ഒരു ഭാഗത്ത് സൈഡ് വൈസ് ഗ്രോത്ത് അല്ല ഉള്ളത്. ഇപ്പം ലീനും തടി ഫാറ്റും എങ്ങനെയാണ് സർക്യുലർ അല്ലെങ്കിൽ റേഡിയൽ വൈസ് അല്ലെങ്കിൽ ആ ഒരു സൈഡ് വൈസ് ഗ്രോത്ത് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ ലാറ്ററൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലാറ്ററൽ മെരിസ്റ്റം ആ സൈഡ്സിൽ പ്രസൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ തടി വയ്ക്കുന്നത്. ഓക്കെ, ഒരു പ്ലാന്റിൻ്റെ സ്റ്റെമ്മിനൊക്കെ തടി വയ്ക്കുന്നത്. ഇൻ്റർകാലറി മെരിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ സ്പേസുകളുണ്ടായിരിക്കില്ല, അതായത് സ്റ്റെമ്മിൻ്റെ പല സ്ഥലങ്ങളിലുള്ള സ്ഥലങ്ങൾ. അത് മെയിൻലി നമ്മുടെ ഷുഗർ കെയിനൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക, നോട്ട്സ് ഭാഗങ്ങളൊക്കെ, ഇൻ്റർ നോട്ട്സ് എന്നൊക്കെയുള്ള ഭാഗങ്ങൾക്ക്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഭാഗങ്ങൾ ഇൻക്രീസ് ചെയ്യാനായിട്ട്, ഏരിയ ഇൻക്രീസ് ചെയ്യാനുള്ള ഭാഗങ്ങളായിരിക്കും ഈ ഇൻ്റർകാലറി എന്ന് പറയുന്നത്. പെർട്ടിക്കുലർ രണ്ട് സ്ഥലത്തിൻ്റെ ഇടയിൽ അതാണ് ഇൻ്റർകാലറി എന്ന് പറയുന്നത്. സോ ആ ഭാഗങ്ങൾക്കൊക്കെ ഗ്രോത്ത് വരാൻ കാരണം ഈ ഇൻ്റർകാലറി മെരിസ്റ്റത്തിൻ്റെ പ്രസൻസ് കാരണമാണ്. ഞാൻ പിക്ചർ കാണിച്ചു തരാം. ഓക്കെ, സോ ദിസ് ഇസ് ദ പിക്ചർ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ പിക്ചറാണ്. സോ ഇത് കാണുമ്പോൾ നമുക്ക് എന്ത് പ്ലാന്റ് ആണെന്നൊരു ഡൗട്ട് അടിക്കും അല്ലേ. ഇതൊരു സ്കിമാറ്റിക് സ്ട്രക്ചറാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്, ഏതൊരു പ്ലാന്റ് ആയിക്കോട്ടെ, ഇതൊരു പെർട്ടിക്കുലർ പ്ലാന്റിനെ കുറിച്ച് പറയുന്നില്ല. ഇത് ബേസിക്കലി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗ്രോത്ത് വരുന്ന എന്ന് മനസ്സിലാക്കാനുള്ള രീതിക്കുള്ള ഒരു ഡയഗ്രാം, ലൊക്കേഷൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഇൻ പ്ലാന്റ് ബോഡി. ഓക്കെ, സോ ഏതൊരു പ്ലാന്റിൻ്റെയും ഈ ടിപ്പ് കണ്ടോ, ദിസ് ടിപ്പ്, ആ ടിപ്പും ഉള്ള ഒരു മെരിസ്റ്റം ഉണ്ടായിരിക്കും. ആ മെരിസ്റ്റമാണ് എന്ത്, ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് എ പ്ലാന്റ് ബോഡി. ഒരു പ്ലാന്റിന് ഇൻക്രീസ് ഇൻ ലെങ്ത് അല്ലെങ്കിൽ വളർച്ച മുകളിലോട്ട് പോകാനുള്ള കാരണം, അതിന് നമ്മൾ ടെർമിനൽ മെരിസ്റ്റം അല്ലെങ്കിൽ എപ്പിക്കൽ മെരിസ്റ്റം എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനാണ് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. ഇത് മിക്കവാറും സ്റ്റെമ്മിൻ്റെ ടിപ്പിലും റൂട്ടിൻ്റെ ടിപ്പിലും ഒക്കെയാണ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഇൻ്റർകാലറി മെരിസ്റ്റം. ഇൻ്റർകാലറി മെരിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഏരിയ, ഇൻക്രീസ് ഇൻ ദ ഏരിയ ഓഫ് ദ ഇൻ്റർനോഡ്സ്. അതായത് ഇൻ്റർനോഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു ഭാഗം കണ്ടോ, അതായത് സ്റ്റെമ്മിൻ്റെ ഏതോ ഒരു ഭാഗത്ത് ഇടയ്ക്കുള്ള ഭാഗങ്ങളിൽ ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർകാലറി മെരിസ്റ്റം ഇതിൻ്റെ ഗ്രോത്തിന് കാരണം. ഇപ്പോൾ ഇൻക്രീസ് ഇൻ ദ ഏരിയ ഓഫ് ദി ഇൻ്റർനോഡ്. ഇപ്പോൾ ഇതിനെക്കുറിച്ച്, ഈ ഇൻ്റർകാലറി മെരിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊരു ക്ലാരിറ്റി ഉണ്ടാവുന്നത് നമ്മുടെ ഷുഗർ കെയിനെ കുറിച്ചിട്ടാണ്. ഷുഗർ കെയിൻ്റെ സ്റ്റെം എങ്ങനെയാണ്, ഷുഗർ കെയിൻ്റെ സ്റ്റെമ്മ് മുകളിലോട്ട് മാത്രമല്ല വളരുന്നത്, അവരുടെ രണ്ട് നോഡ്സുകളുണ്ടായിരിക്കും, ഇൻ്റർനോഡ്സ് എന്ന് പറയും. ഈ രണ്ട് നോഡ്സിൻ്റെ ഇടയ്ക്കുള്ള ഭാഗം കൂടിയും വളരും. അങ്ങനെയാണ് ടോട്ടലായിട്ട് ആ ഒരു സ്റ്റെം ഭാഗം വളരുന്നത്. സോ ഈച്ച് ആൻഡ് എവ്രി മിഡിൽ പാർട്ട് ഓഫ് ദ സ്റ്റെം, അവിടെ വളർച്ച വരുന്നുണ്ടല്ലോ, ആ വളർച്ച വരാൻ കാരണമാണ് നമ്മുടെ ഇൻ്റർകാലറി മെരിസ്റ്റം. നൗ കംസ് ദ ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റം ദേ കണ്ടോ, സൈഡ് വൈസ് ആണ് അവരുടെ പ്രസൻസ് ഉള്ളത്. ഇവരുടെ പ്രസൻസ് കാരണമാണ് നമ്മുടെ വോളിയം ഇൻക്രീസ് ഇൻ ദ ഗിർത്ത് അല്ലെങ്കിൽ വോളിയം ഓഫ് ദ പ്ലാന്റ്സ് എന്ന് പറയാം. ലൊക്കേഷൻ സൈഡ്സുകളാണ്, അതായത് തടി, ഈ ടിമ്പർ ഈൽസ് ഓഫ് പ്ലാന്റ്സ്. അതായത് നമ്മൾ ഈ നമ്മുടെ തെങ്ങൊക്കെ കണ്ടില്ലേ, തെങ്ങിൻ്റെ ആ തടി അങ്ങ് വളർന്നു വരിക, അല്ലെങ്കിൽ തടിയുള്ള നമ്മുടെ പ്ലാന്റ്സ്, ടിമ്പർ, അങ്ങനെ ഫർണിച്ചേഴ്സ് ഉണ്ടാക്കുന്ന നമ്മുടെ പല മരങ്ങൾ കാര്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെ തടി എന്നല്ല അവർ പറയുന്നത്. കാരണം ആ ഒരു വോളിയം ഉണ്ടാവാൻ കാരണം തന്നെ നമ്മുടെ ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്ന മെരിസ്റ്റം കാരണമാണ്. ഓക്കെ, സോ ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, സോ എപ്പിക്കൽ മെരിസ്റ്റം, ഇൻ്റർകാലറി മെരിസ്റ്റം ആൻഡ് ലാറ്ററൽ മെരിസ്റ്റം, ഈ മൂന്ന് ക്ലാസിഫിക്കേഷൻ എന്തിന് ബേസ്ഡ് ആണ്, ലൊക്കേഷൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. പ്ലാന്റ് സെൽസിന് 2 ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഉണ്ട്. ഒന്ന് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അഥവാ ഗ്രോയിങ് ടിഷ്യൂ, രണ്ടാമത്തേത് പെർമനൻറ്റ് ടിഷ്യൂസ്.
മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൻ്റെ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ട് 3 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ആക്ച്വലി 1 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് അപ്പിക്കൽ മെരിസ്റ്റം, പിന്നെ ഇൻ്റർകാലറി മെരിസ്റ്റം, പിന്നെ ഒന്ന് ലാറ്ററൽ മെരിസ്റ്റം. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തുള്ളത്. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റും കൂടി പറയാനുണ്ട്. നമ്മുടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് അവരുടെ ഫങ്ഷൻ എന്താണ്? ഗ്രോത്ത് ആണ് അല്ലേ? അപ്പോൾ ഇവർ ഗ്രോത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ വെരി ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ദീസ് cells, these tissues, these meristematic tissues are very active. കാരണം എന്താ? അവരെപ്പോഴും ഇങ്ങനെ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഗ്രോത്ത് ആണല്ലോ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ടിഷ്യൂസിലുള്ള ഓരോ സെൽസുകളിലും ഡെഫിനറ്റ്ലി ഒരു സെൽ എന്ന് പറയുമ്പോൾ സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കും അല്ലേ? ഒരു സെൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? സൈറ്റോപ്ലാസം ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, പിന്നെ ന്യൂക്ലിയൈ ഉണ്ട്. ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണെങ്കിൽ പ്ലാന്റ് സെൽസുകളാച്ചെങ്കിൽ അവർക്കൊരു സെൽ വാളും കൂടി ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതാണ്, റൈറ്റ്? സോ ഇവിടെ ഈ സെൽസുകൾ, ഈ പറയുന്ന മെരിസ്റ്റമാറ്റിക് സെൽസ് ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവരിലുള്ള എല്ലാ സെൽസിലും സൈറ്റോപ്ലാസം ഉണ്ടല്ലോ, അത് ഭയങ്കര ഡെൻസ് ആയിരിക്കും. അതായത് അത്യാവശ്യം നല്ല സൈറ്റോപ്ലാസം ഉണ്ട്, നല്ല സൈറ്റോപ്ലാസം ഉണ്ട്. ഓക്കെ, നല്ല അത്യാവശ്യത്തിന് തന്നെ സൈറ്റോപ്ലാസം ഉണ്ട്. പിന്നെന്താണ്? അവരുടെ വാൾസ് ഇല്ലേ, അവരുടെ വാൾസ് തിന്നാണ്. അവരുടെ വാൾസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്? സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നത്. സോ സെല്ലുലോസ് വാൾസ് തിന്നാണ്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്ന നമ്മുടെ മാസ്റ്ററില്ല, അതായത് ന്യൂക്ലിയൈ. ഇവരുടെ ന്യൂക്ലിയൈ നല്ല പ്രോമിനൻ്റ് ആണെന്ന്. പ്രോമിനൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെൽ സ്ട്രക്ചേർഡ് ആണെന്ന്, നല്ല വെല്ലായിട്ട് ഓർഗനൈസ്ഡ് ആൻഡ് സ്ട്രക്ചേർഡിനാണ് നമ്മൾ പ്രോമിനൻ്റ് എന്ന് പറയുന്നത്. സോ പ്രോമിനൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയൈ ആണ്. പിന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട്, അതായത് ആക്റ്റീവായിട്ടുള്ള സെല്ലാണല്ലോ, നല്ല രീതിക്ക് ഫങ്ഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് ഒരുപാട് എനർജീസും കാര്യങ്ങളും ആവശ്യമുള്ളത് കൊണ്ടാണ് ഡെൻസ് സൈറ്റോപ്ലാസം ആയത് അല്ലേ? അതുപോലെ വാൾസ്, ഇത് ഡിവിഷൻ പെട്ടെന്ന് നടക്കണമല്ലോ, ഒരു പ്രൊഹിബിഷനും പാടില്ല. ഡിവിഷൻ നല്ല രീതിക്ക് സിമ്പിളായിട്ട് നടക്കണം. സോ ആ ഡിവിഷൻ എന്ന് പറയുന്നത് ആ ഫുൾ സെല്ല് സ്പ്ലിറ്റ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. സോ അതിനൊരു ഈസിനെസ്സിനാണ് നമ്മുടെ വാൾസ് തിന്നാവുന്നത്. പിന്നെ ഇക്കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ന്യൂക്ലിയൈ നല്ല പ്രോമിനൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം, എന്ത്? നമ്മുടെ വാക്യൂളില്ലേ, ഇവർക്ക് വാക്യൂളില്ല. ദേ ഹാവ് ഗോട്ട് നോ വാക്യൂൾ. കാരണം എന്താ? വാക്യൂളിൻ്റെ ഫങ്ഷൻ എന്താ? ഈ സെല്ലിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു എന്താ പറയുക, നമ്മുടെ ഡസ്റ്റ്ബിൻ എന്നൊക്കെ പറയുന്ന പോലെ ഈ വാക്യൂൾസിലായിരിക്കും ആവശ്യമില്ലാത്ത ഗേഷ്യസ് എക്സ്ചേഞ്ച്, അത് ഇത് വേസ്റ്റ് മെറ്റീരിയൽ, ഒരു സെല്ലിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇടുന്നത്. ഈ സെല്ലിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രത്യേകിച്ചില്ല അല്ലേ? കാരണം അവർക്ക് സമയമില്ല. അവർ കീപ്പ് ഓൺ ഗ്രോയിങ് ആണ്, കീപ്പ് ഓൺ ഡിവൈഡിങ് ആണ്. സോ ഈ ഒരു കാരണവശാൽ ഇവർക്ക് വാക്യൂളില്ല. സോ ഈ പറഞ്ഞ 4 പോയിൻറ്റ്സുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കായിട്ടുള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെർമനൻറ്റ് ടിഷ്യൂ ആണ്. ഞാൻ കുറച്ച് നേരത്തെ ഒരു ഇൻട്രോ തന്നിരുന്നു. നമ്മുടെ പ്ലാന്റ് ടിഷ്യൂസ് രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് അല്ലെങ്കിൽ ഗ്രോയിങ് ടിഷ്യൂസ്. ആ ഭാഗത്തിലാണ് നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആയിട്ടുള്ള എപ്പിക്കൽ, പിന്നെ ഇൻ്റർകാലറി, പിന്നെ ലാറ്ററൽ മെരിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചത്. അപ്പോൾ ആ ഒരു സൈഡ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്ലാന്റ് ടിഷ്യൂ ആണ് നമ്മുടെ പെർമനൻറ്റ് ടിഷ്യൂസ്. ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഈ പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഓഫ് പെർമനൻറ്റ് ടിഷ്യൂസ് ഉണ്ട്. ഒന്ന് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസ് ഉണ്ട്, വേറൊന്ന് കോംപ്ലെക്സ് പെർമനൻറ്റ് ടിഷ്യൂസ് ഉണ്ട്. സോ ഈ നെയിം പറയുന്നത് പോലെ തന്നെ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ സാധാരണ രീതിക്ക് വളരെ സിമ്പിളാണ്. പക്ഷേ കോംപ്ലെക്സ് പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ കോംപ്ലെക്സ് ആണ്. ഇതാണ് ബേസിക് ആയിട്ട് പറയാവുന്ന കാര്യം. ഇനി നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. നമുക്ക് പെർമനൻറ്റ് ടിഷ്യൂസിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നതിൻ്റെ മുമ്പ് എന്താണ് പെർമനൻറ്റ് ടിഷ്യൂസ് നമുക്ക് ആദ്യം പറയാം. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോയിങ് ടിഷ്യൂ ആയിരുന്നു. അവരങ്ങ് വളർന്നു വരികയാണ്. അവർ കീപ്പ് ഓൺ ഡിവൈഡിങ്, റൈറ്റ്? ഡിവിഷൻ കപ്പാസിറ്റി അവർക്ക് കൂടുതലായതുകൊണ്ടാണ് അവർ ഗ്രോ ചെയ്യുന്നത്, റൈറ്റ്? ഇനി ഇവരെങ്ങനെ പെർമനൻറ്റ് ടിഷ്യൂസ് ആവാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഉണ്ടല്ലോ, അവർ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട്, ദാറ്റ് ഈസ് അവർ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ,
അവരുടെ ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോൾ അവരുടെ ഡിവിഷൻ കപ്പാസിറ്റി അങ്ങ് നഷ്ടപ്പെടും. ഓക്കെ, ദാറ്റ് ദേ കാൺട്ട് നോ മോർ ഡിവൈഡ്. ആ ഒരു സമയം വരുമ്പോൾ ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഡിവിഷൻ കപ്പാസിറ്റി നഷ്ടപ്പെടുന്ന സമയത്ത് ഇവർ സ്വന്തമായിട്ട് ഒരു ഷേപ്പും ഒരു സൈസും ഒരു ഫങ്ഷനും ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതായത് ഗ്രോ ചെയ്യുന്ന ഡിവൈഡ് ചെയ്യുന്ന ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന് ഇനിയുള്ള കപ്പാസിറ്റി, ഡിവൈഡിങ് കപ്പാസിറ്റി നഷ്ടപ്പെടുന്ന സമയത്ത് സ്വന്തമായിട്ട് ഒരു ഷേപ്പ് അവർ അങ്ങ് ഗ്രാബ് ചെയ്യാണ്. സ്വന്തമായിട്ട് ഒരു ഷേപ്പ്, സ്വന്തമായിട്ടൊരു സൈസ്, സ്വന്തമായിട്ട് ഒരു ഫങ്ഷൻ ചെയ്ത് അങ്ങ് സെറ്റിൽ ഡൗൺ ചെയ്യുകയാണ്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, ബിസിനസ്സുകാർ, അവരിങ്ങനെ ലൈഫ് ടൈം യങ് ടൈമിൽ എന്താ ചെയ്യുക, അങ്ങ് വളർന്ന് പന്തലിച്ച് അങ്ങ് വയസ്സൊക്കെ ആവുന്ന സമയത്ത് ഓക്കെ ശരി മതി, നമുക്ക് മതി, ഇത്ര വളർച്ചയൊക്കെ മതി, നമുക്ക് ഇനി സെറ്റിൽഡ് ആവാം എന്നൊക്കെ പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് ഇല്ലേ. അതേമാതിരി തന്നെ നമ്മുടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുമ്പോൾ യൂത്താണ്. ഓക്കെ അല്ലേ. സോ ഇവന്മാർ വളർന്ന് പന്തലിച്ച് അല്ലെങ്കിൽ അത്യാവശ്യം ഡിവിഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവന്മാർക്ക് ആ കപ്പാസിറ്റി അങ്ങ് നഷ്ടപ്പെടുക. അപ്പോൾ സ്വന്തമായിട്ടൊരു ഷേപ്പ്, സ്വന്തമായിട്ട് സൈസ്, ഇത്ര സൈസ് മതി, ഇത്ര ഷേപ്പ് മതി, പിന്നെ അവരങ്ങനെ ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്തിട്ട് അങ്ങ് ഒത്തുകൂടുകയാണ്. ആ ഒരു ഒത്തുകൂടൽ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഷേപ്പ്, സൈസ്, ഫങ്ഷൻ എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയും. ആ ഒരു പ്രോസസ്സിന് നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഡിഫറൻസിയേഷൻ വഴി ഒരു പെർമനൻറ്റ് ടിഷ്യൂ ആയിട്ട് മാറുന്നു. കോൺസെപ്റ്റ് മനസ്സിലായോ? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്താണ് അവർ ചെയ്യുന്നത്? അവർ കീപ്പ് ഓൺ ഡിവൈഡിങ്, ഒരു പ്ലാന്റിനെ ഗ്രോത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു സെല്ലിൻ്റെ കപ്പാസിറ്റി, ഡിവിഷൻ കപ്പാസിറ്റി കഴിയുമ്പോൾ അവർ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ സഞ്ചരിക്കും. ആ സഞ്ചരിക്കുന്ന പ്രോസസ്സ് ഡിഫറൻസിയേഷനിലൂടെ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന് സ്വന്തമായിട്ടൊരു ഷേപ്പ് കിട്ടുന്നു, സ്വന്തമായിട്ടൊരു സൈസ് കിട്ടുന്നു, സ്വന്തമായിട്ടൊരു ഫങ്ഷൻ കിട്ടുന്നു. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അങ്ങും ഒരു പെർമനൻറ്റ് ടിഷ്യൂ ആയി മാറിക്കൂടാണ്. ഇപ്പോൾ മനസ്സിലായോ? ഇവർ 2 ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂ ആണെങ്കിലും മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ് പിന്നീട് പെർമനൻറ്റ് ടിഷ്യൂ ആയിട്ട് മാറുന്നത്. നെക്സ്റ്റ് നമ്മൾ അറിയാൻ പോകുന്നത് പെർമനൻറ്റ് ടിഷ്യൂവിലെ ഫസ്റ്റ് ടൈപ്പായ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ ആണ്. ഇനി ഞാൻ കുറച്ച് ടേംസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ടൈപ്പ് ഓഫ് ടിഷ്യൂസുകളിൽ കറക്റ്റായി മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ടേംസും വേർഡ്സുകളും ഉണ്ട്. ആദ്യം അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിന് പെർട്ടിക്കുലർ പിക്ചേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും നമ്മൾ അവസാനം കൊണ്ട് എത്തിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതങ്ങ് മനസ്സിലാവാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചിന്തിക്കാതെ ഞാൻ പറയുന്ന പോയിൻറ്റ്സ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് പിന്നീട് ഞാൻ പിക്ചർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടിയിട്ട് അങ്ങ് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻകൈമ എന്നാണ്. പാരൻകൈമ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിഷ്യൂവിലെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ പെർമനൻറ്റ് ടിഷ്യൂസ്, സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. സോ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് അല്ലേ. അപ്പോൾ ഈ പെർമനൻറ്റ് ടിഷ്യൂസിൽ, ഇപ്പോൾ ഇവിടെ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസിൽ കുറച്ച് ഒരു ഫ്യൂ ലെയർ ഓഫ് സെൽ അങ്ങ് എടുക്കുക. കുറേ സെൽസുകൾ ഉണ്ടായിരിക്കില്ല, കുറേ ലെയേഴ്സ് ഓഫ് സെൽസും ഉണ്ടായിരിക്കും ഒരു ടിഷ്യൂ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിലുള്ള കുറച്ച് ലെയർ ഓഫ് സെല്ല് നമ്മുടെ ഈ ടിഷ്യൂസ്, നമ്മുടെ പാക്കിംഗ് ടിഷ്യൂസ്, പാക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിക്കാണ് വരുന്നത് അല്ലേ. പാക്കിംഗ് ടിഷ്യൂസായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ടിഷ്യൂനെയാണ് നമ്മൾ പാരൻകൈമ എന്ന് പറയുന്നത്. ഓക്കെ, സോ പാരൻകൈമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിഷ്യൂ ആണ് അത്. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ടിഷ്യൂ. എന്ത് ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ്? പാക്കിംഗ് ടിഷ്യൂ ആണ്. പാക്കിംഗ് ടിഷ്യൂ ബേസിക്കായിട്ട് പാക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്യൂ ഗ്രൂപ്പ് ഓഫ് സെൽസുകളാണ്. ജസ്റ്റ് ഫ്യൂ ലെയർ ഓഫ് സെൽസ് ആണ് ഫോം ദ ബേസിക് പാക്കിംഗ് ടിഷ്യൂ. ഈ ടിഷ്യൂവിന് പറയുന്ന പേരാണ് പാരൻകൈമ. ഈ ടിഷ്യൂസിലുള്ള സെൽസുകളുണ്ടല്ലോ, അവർക്ക് പ്രത്യേകിച്ചൊരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സുകളൊന്നുമില്ല.
ജസ്റ്റ് റാൻഡംലി അങ്ങ് കല്ല് വയ്ക്കുന്ന പോലത്തെ ഷേപ്പായിരിക്കും. അതുകൊണ്ടാണ് അൺസ്പെഷ്യലൈസ്ഡ് സെൽസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചൊരു പണിയൊന്നുമില്ല, ജസ്റ്റ് പാക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. കുഷ്യൻ ലൈക്ക് ഇപ്പോൾ നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് അവിടെ നിന്നൊക്കെ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് ആ ഒരു സാധനം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ കുഷ്യൻ ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഷീറ്റ് വെക്കില്ലേ, അതിന് പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു പാക്കിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്ന പോലെ തന്നെ പാരൻകൈമ നമ്മുടെ പാക്കിംഗ് ടിഷ്യൂ ആയിട്ടാണ് പറയുന്നത്. അവരുടെ കയ്യിലുള്ള സെൽസുകൾ എന്താണ്, അൺസ്പെഷ്യലൈസ്ഡ് ആണ്. പിന്നെ അവരുടെ പ്ലാന്റ് ആണല്ലോ, അപ്പോൾ ഡെഫിനറ്റ്ലി സെൽ വാൾ ഉണ്ടായിരിക്കും. അവരുടെ സെൽ വാൾ വളരെ തിന്നാണ്. സോ ദേ ഹാവ് ഗോട്ട് തിൻ സെൽ വാൾസ്. പിന്നത്തെ ഇവന്മാരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാരൻകൈമ ഉണ്ടല്ലോ, ഇവന്മാർ ലൈവാണ്, ദാറ്റ് ഈസ് ലൈവ് സെൽസ് ആണ്, ഡെഡ് അല്ല, ലൈവ് സെൽസ് ആണ്. പിന്നെന്താ, ഇവന്മാർ അൺസ്പെഷ്യലൈസ്ഡ് സെൽസ് ആണല്ലോ. സോ ലൂസ്ലി പാക്ഡ് ആണ്, ഇങ്ങനെ സിമ്പിളായിട്ടങ്ങ് വെച്ചേക്കുക ഓരോ സെൽസും. പിന്നെന്താണ്, ഇവർ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ദേ ഗീവ്സ് സപ്പോർട്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇവർ പാക്കിംഗ് ആണ്. പാക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരുമാതിരി സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ഒക്കെയുള്ള രീതിക്കാണല്ലോ. സോ സപ്പോർട്ടിങ് സെൽസ് ആണ് ഇവരെ. അത് മാത്രമല്ല ഇവന്മാരെ ഫുഡ് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഫുഡ് സ്റ്റോർ ചെയ്യും. പിന്നെ ലൂസ്ലി പാക്ഡ് എന്ന് പറയുന്നില്ലേ, ഈ ലൂസ്ലി പാക്ഡ് എന്ന് പറയുമ്പോൾ തന്നെ ഓരോ സെൽസിൻ്റെ ഇടയ്ക്ക് സ്പേസുകൾ ഉണ്ടായിരിക്കും. ആ സ്പേസുകളെ നമ്മൾ ഇൻ്റർസെല്ലുലാർ സ്പേസസ് എന്ന് പറയുന്നു. ഓക്കെ, സോ ഇത്രയാണ് പാരൻകൈമയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ. എന്തൊക്കെയാണ്? പാരൻകൈമ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നമ്മുടെ ടിഷ്യൂസിലെ ഒരു ഫ്യൂ ലെയേഴ്സ് ഓഫ് സെൽസുകളുണ്ട്. അവന്മാരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ പാക്കിംഗ് ആണ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ആണ്. സോ ഈ ബേസിക് പാക്കിംഗ് ടിഷ്യൂവിനെയാണ് നമ്മൾ പാരൻകൈമ എന്ന് പറയുന്നത്. ഇവന്മാർ അൺസ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ആണ്. ഇവരുടെ സെൽ വാൾസ് തിന്നാണ്. ഇവർ ലൈവ് സെൽസ് ആണ്. ലൂസ്ലി പാക്ഡ് ആണ്. ലൂസ്ലി പാക്ഡ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയ്ക്ക്, ഈ സെൽസുകളിൻ്റെ ഇടയ്ക്ക് ഇൻ്റർസെല്ലുലാർ സ്പേസുകളുണ്ട്. ഈ ടിഷ്യൂ സപ്പോർട്ടാണ് ചെയ്യുന്നത് നമ്മുടെ പ്ലാന്റ്സിന്. പിന്നെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നു. ഇനി ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്. നമ്മുടെ പാരൻകൈമ ഉണ്ടല്ലോ, പാരൻകൈമ ചില സമയത്ത് ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് ചിലപ്പോൾ കണ്ടെയ്ൻ ചെയ്യും. ഓക്കെ, പ്ലാന്റ്സിൽ ഉള്ള നമ്മുടെ ടിഷ്യൂസിലുള്ള ഒരു സപ്പോർട്ടിംഗ് ടിഷ്യൂ ആണ് നമ്മുടെ പാരൻകൈമ. പാരൻകൈമ സപ്പോസ് ആ സെൽസുകളിൽ ക്ലോറോഫില്ല് കണ്ടെയ്ൻ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഫോട്ടോസിന്തസിസ് സംഭവിക്കുന്നു. റൈറ്റ്, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് നമ്മുടെ ലീവ്സുകൾ ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഈ ഫോട്ടോസിന്തസിസ് പോസിബിൾ ആവണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസുകളുണ്ട്. അത് ഫസ്റ്റ് വൺ ആണ് പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ. ക്ലോറോഫിലിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഫോട്ടോസിന്തസിസ് സംഭവിക്കുകയുള്ളൂ. ആൻഡ് ഇഫ് പാരൻകൈമ ക്ലോറോഫിൽ കണ്ടെയ്ൻ ചെയ്യുവാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് പാരൻകൈമയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? ക്ലോറൻകൈമ. റൈറ്റ്, സോ ക്ലോറൻകൈമ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പാരൻകൈമ വിച്ച് കണ്ടെയ്ൻസ് ക്ലോറോഫിൽ ഇൻ ദം. ക്ലിക്കായില്ലേ ഇപ്പോൾ? വേറെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ അക്വാട്ടിക് പ്ലാന്റ്സില്ലേ, അതായത് അക്വാട്ടിക് എന്ന് പറയുമ്പോൾ പ്രസൻസ് ഓഫ് വാട്ടറിൻ്റെ പ്രസൻസ് ഉള്ള പ്ലാന്റ്സുകളാണ്, അതായത് വെള്ളത്തിൽ വളരുന്ന പ്ലാന്റ്സ് ആണ് അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. സോ ആ പ്ലാന്റ്സുകൾക്കും പാരൻകൈമ ഉണ്ടാവാമല്ലോ. സോ അക്വാട്ടിക് പ്ലാന്റ്സിൽ ഉള്ള പാരൻകൈമയ്ക്ക് സപ്പോസ് ലാർജ് എയർ കാവിറ്റീസുകൾ ഉണ്ടെങ്കിൽ, ഓക്കെ, ലാർജ് ക്യാവിറ്റീസുകൾ ഉണ്ടാവാറുണ്ട്. സോ അക്വാട്ടിക് പ്ലാന്റ്സിലെ ഉള്ള പാരൻകൈമയ്ക്ക് ആ പാരൻകൈമയുടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പേസസുകൾ ഉണ്ടാവാം. ആ ഒരു സെൽസുകളുടെ ഇടയ്ക്ക് സ്പേസസുകൾ ഉണ്ടാവാം. സോ അക്വാട്ടിക് പ്ലാന്റ്സിലെ ലാർജ് എയർ കാവിറ്റീസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കുഴികൾ മാതിരി. സോ ലാർജ് എയർ കാവിറ്റീസുകൾ ഉണ്ടെങ്കിൽ ആ ഒരു അക്വാട്ടിക് പ്ലാന്റിന് ബോയൻസി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കൊടുക്കുവാണ്. ഓക്കെ, ഈ ഒരു പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിൽ ഇപ്പോൾ നമ്മുടെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യും. ഓക്കെ, ഫ്ലോട്ട് ചെയ്യും. FLOAT
ഫ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എടുക്കും, ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എടുക്കും. ആ ഒരു ഫ്ലോട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടിക്കാണ് നമ്മൾ ബോയൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോയൻസി ഈ പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കാൻ കാരണം എന്താ? പാരൻകൈമയിൽ ലാർജ് എയർ ക്യാവിറ്റീസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. സോ വെൻ ദ പാരൻകൈമ ഇൻ ദ അക്വാട്ടിക് പ്ലാന്റ്സ് ഹാസ് ഗോട്ട് large air cavities, and that gives the property of buoyancy which helps the plant to float. ആ ഒരു ടൈപ്പ് ഓഫ് പാരൻകൈമേനെ വിളിക്കുന്ന പേരാണ് എന്താണ്? ആ ഒരു പ്രോപ്പർട്ടി നമ്മുടെ പാരൻകൈമയ്ക്ക് അക്വാട്ടിക് പ്ലാന്റ്സിൽ നമ്മുടെ പാരൻകൈമയ്ക്ക് ലാർജ് എയർ ക്യാവിറ്റീസുകൾ ഉണ്ടെങ്കിൽ പ്ലാന്റ്സിന് ബോയൻസി എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്ലോട്ടിംഗ് പവർ കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ്സിനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ പറ്റും. സോ ഈ ഒരു ടൈപ്പ് ഓഫ് പാരൻകൈമയ്ക്കാണ് നമ്മൾ എയറൻ കൈമ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ തന്നെ നമ്മൾ 2 ടൈപ്സ് ഓഫ് പാരൻകൈമാസ് പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, പാരൻകൈമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പാക്കിംഗ് ടിഷ്യൂ ആണ്. ഓക്കെ, പാക്കിംഗ് ടിഷ്യൂ ആണ് പാരൻകൈമ. പാരൻകൈമ സാധാരണ അൺസ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസുകളാണ്. തിൻ സെൽ വാൾസ് ആണുള്ളത്. ലൈവ് സെൽസുകളാണ്. ലൂസ്ലി പാക്ഡ് ആണ്. ലൂസ്ലി പാക്ഡ് ആകുമ്പോൾ തന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ഇൻ്റർ സെല്ലുലാർ സ്പേസുകൾ പ്രസൻ്റ് ആണ്. ഇവർ ചെയ്യുന്ന മെയിൻ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഫുഡ് സ്റ്റോർ ചെയ്യുന്നു. ഈ 2 മെയിൻ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. ക്ലോറോഫിൽ കണ്ടെയ്ൻ ചെയ്യുവാണെങ്കിൽ അവർ ഫോട്ടോസിന്തസിസ് ചെയ്യും. ആൻഡ് ആ ഒരു ടൈപ്പ് ഓഫ് പാരൻകൈമയ്ക്ക് നമ്മൾ ക്ലോറൻകൈമ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അക്വാട്ടിക് പ്ലാന്റ്സുകളിൽ ഈ പാരൻകൈമയ്ക്ക് ലാർജ് എയർ ക്യാവിറ്റീസുകളുണ്ട്. ഇതുകൊണ്ട് തന്നെ ബോയൻസി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി പ്ലാന്റ്സിന് കൊടുക്കുന്നു. അത് കൊടുത്ത പ്ലാന്റ്സിൻ്റെ ആ ഒരു പോസിറ്റീവ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പാരൻകൈമേനെ വിളിക്കുന്ന പേരാണ് എയറൻകൈമ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സുകളുടെ സ്റ്റെംസുകളും റൂട്ട്സുകളിലും ഉള്ള പാരൻകൈമ ന്യൂട്രിയൻസും വാട്ടറേയും സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ നമ്മുടെ പ്ലാന്റ്സുകളിൽ സ്റ്റെംസും റൂട്ട്സുകളും ഉണ്ട്. ഇവിടെയും സപ്പോർട്ടിംഗ് ടിഷ്യൂ ആയ നമ്മുടെ പാരൻകൈമ പ്രസൻറ്റ് ചെയ്യും. സോ ആ ടൈപ്പ് ഓഫ് പാരൻകൈമ സ്റ്റെംസിലും റൂട്ട്സിലും ഉണ്ടെങ്കിൽ ന്യൂട്രിയൻസും വാട്ടറും ഇവന്മാർ സ്റ്റോർ ചെയ്യും. നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പെർമനൻറ്റ് ടിഷ്യൂവിലെ ഫസ്റ്റ് വൺ ആയിട്ടുള്ള സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ ആയിട്ടുള്ള ഫസ്റ്റ് ടൈപ്പ് ആയിട്ടുള്ള ടിഷ്യൂ ആണ് നമ്മൾ പാരൻകൈമ എന്ന് പറഞ്ഞ ടിഷ്യൂ പഠിച്ചത്. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ പഠിച്ചത് പാരൻകൈമ. ആ പാരൻകൈമയുടെ 2 ടൈപ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? ഒന്ന് ക്ലോറൻകൈമയും പിന്നെ എയറൻകൈമയും പഠിച്ചു കഴിഞ്ഞു. നൗ അടുത്ത സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവൻ്റെ പേരാണ് കോളൻകൈമ. പാരൻകൈമ എന്താണ്? പാക്കിംഗ് ടിഷ്യൂ ആണ്. സപ്പോർട്ട് ചെയ്യുന്ന പാക്കിംഗ് ടിഷ്യൂ ആണ്. ഇവിടെ പഠിക്കാൻ പോകുന്ന കോളൻകൈമ എന്താണ് അപ്പോൾ ചെയ്യുക? ഫ്ലെക്സിബിലിറ്റി. പ്ലാന്റ്സിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവാൻ കാരണം ഇപ്പോൾ വിൻഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്ലാന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ പൊട്ടിപ്പോകുന്നൊക്കെ അല്ലേ? ഇല്ല, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഫ്ലെക്സിബിൾ നേച്ചറുണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ആ ഫ്ലെക്സിബിലിറ്റി കൊടുക്കാൻ കാരണം ഒരു പെർമനൻറ്റ് ടിഷ്യൂ ആണ്, ഒരു സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ ആണ്. അവൻ്റെ പേരാണ് കോളൻകൈമ. ഈ കോളൻകൈമയാണ് നമ്മുടെ പ്ലാന്റ്സുകൾക്ക് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത്. പ്ലാന്റ്സിൻ്റെ പല ഭാഗങ്ങളും, അതായത് ലീവ്സ് ആയിക്കോട്ടെ സ്റ്റെം ആയിക്കോട്ടെ, ഈസിലി ബെൻഡ് ചെയ്യുന്നു. ഈസിലി ബെൻഡിങ്, ഇതിനൊക്കെ കാരണം നമ്മുടെ കോളൻകൈമ ആണ്. നമ്മുടെ ഈ കോളൻകൈമ പ്ലാന്റ്സുകൾക്ക് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കും. ഓക്കെ, നമ്മുടെ പാരൻകൈമയാച്ചെങ്കിൽ സപ്പോർട്ടിങ് സെൽസ് ആണ്. പാക്കിംഗ് പെർമനൻറ്റ് ടിഷ്യൂ ആണ്. പക്ഷേ കോളൻകൈമ ആച്ചെങ്കിൽ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്ന ടിഷ്യൂ ആണ്, മെക്കാനിക്കൽ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക്
ഈ ഈ കോളിൻകായ്മയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇവന്മാരുടെ സെൽസുകൾ എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പാരൻകൈമയെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നല്ലോ, അൺസ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്, തിൻ സെൽ വാൾസ് ആണ്, ലൈവ് സെൽസ് ആണ്, ലൂസ്ലി പാക്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞില്ലേ. അതേമാതിരി കോളിൻകായ്മയ്ക്ക് അവൻ്റേതായിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നൗ കോളിൻകായ്മയുടെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് പാരൻകൈമയുടെ പോലെ ഇവന്മാരും ലിവിങ് സെൽസുകൾ ആണ്. പിന്നെ ഇവന്മാരുടെ സെൽസ് എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് ആണ്. ഇലോങ്ങേറ്റഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വലിച്ചു നീട്ടിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സ്ട്രക്ചർ ഇല്ലേ, അതായത് റൗണ്ട് അല്ല, പക്ഷേ ഇലോങ്ങേറ്റഡ് എന്ന് പറയുമ്പോൾ ഒരുമാതിരി ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആയിരിക്കും ഇലോങ്ങേറ്റഡ് എന്ന് പറയുന്നത്. പിന്നെ ഇറഗുലർലി തിക്കൻഡ് ആണ്, അതായത് ഒരു സെല്ലിന് ഇപ്പോൾ നല്ല തിക്കുണ്ട്, മറ്റേ സെല്ലിന് തിക്കില്ല, അങ്ങനെ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഒരേപോലെ ആയിരിക്കില്ല, വ്യത്യസ്തമായിട്ടുള്ള തിക്നെസ് ആയിരിക്കും ഉണ്ടാവുക. അതിനാണ് ഇറഗുലാർലി തിക്കൻഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പാരൻകൈമയുടെ കേസ് വെച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നു നല്ല ഇൻ്റർസെല്ലുലാർ സ്പേസുകൾ ഉണ്ട് എന്നും. പക്ഷേ കോളിൻകായ്മയ്ക്ക് ലിറ്റിൽ ഇൻ്റർസെല്ലുലാർ സ്പേസേ ഉള്ളൂ. ഓക്കെ, സോ ലിവിങ് സെല്ലാണ്, ഇലോങ്ങേറ്റഡ് ആണ്, റെഗുലർലി തിക്കൻഡ് ആണ്, മിക്കവാറും അതി കോർണേഴ്സ് ആയിരിക്കും. കോർണറുകൾ, ഈ സെല്ലിൻ്റെ കോർണറുകളിൽ, ദിസ് ഇസ് ദ കോർണർ, ഈ കോർണറിൽ ഇറഗുലർലി തിക്കൻഡ് ആയിരിക്കും. പിന്നെ ലിറ്റിൽ സ്പേസേ ഈ ഓരോ സെൽസിൻ്റെ ഇടയ്ക്കേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഈ കോളിൻകായ്മ എവിടെയായിരിക്കുന്നത് നമുക്കൊരു ചെറിയ ഒരു ഇത് പറഞ്ഞുതരാം. എവിടെയായിരിക്കുന്ന ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. വൺ ഓഫ് ദി ലൊക്കേഷൻസ്, എൻ്റെ ഡ്രോയിങ് നോക്കണ്ട, കുറച്ച് മോശമാണ്. ഇതൊരു ലീഫാണ്. ഓക്കെ, ദിസ് ഇസ് ദ ലീഫ്, ഇതൊരു ലീഫാണ്. ഇതൊരു സ്റ്റെമ്മാണ്. ദിസ് ഇസ് ദ സ്റ്റെം, ദിസ് ഇസ് ദ ലീഫ്. ഈ ലീഫ് ഈ സ്റ്റെമ്മിലോട്ട്, ഓക്കെ, ദിസ് ലീഫ് ഈ സ്റ്റെമ്മിലോട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗം, ഇതിനാണ് ലീഫ് സ്റ്റോൾക്ക് എന്ന് പറയുന്നത്. അതായത് ലീഫിൻ്റെ തണ്ട്, ലീഫ് സ്റ്റോൾക്ക്. നമ്മുടെ പ്ലാന്റ്സ് ഇപ്പം നമ്മുടെ സ്കിൻ നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആയിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, മൾട്ടിസെല്ലുലർ ഓർഗാനിസത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ടിഷ്യൂ കവറിങ്ങിനാണ് നമ്മൾ എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് EPIDERMIS, എപ്പിഡെർമിസ് എന്ന് പറയുന്നു. ഓക്കെ, അത് ഔട്ടർ മോസ്റ്റ് കവറിങ് ടിഷ്യൂ ആണ് എപ്പിഡെർമിസ്. അപ്പോൾ നമ്മുടെ ഈ ലീഫ് സ്റ്റോക്ക് ഉണ്ടല്ലോ, ഈ ലീഫ് സ്റ്റോക്കിൻ്റെ ഔട്ടർ മോസ്റ്റ് ഭാഗമാണ് എപ്പിഡെർമിസ്. അതിൻ്റെ തൊട്ട് താഴെ, ബിലോ ദി എപ്പിഡെർമിസ്, അവിടെ നമ്മുടെ എന്തുണ്ട്, കോളിൻകായ്മ ഉണ്ട്. നമുക്കൊന്ന് ചിന്തിച്ചാൽ മതി, കാറ്റ് വരുക. ഓക്കെ, വെയിറ്റ്, ഞാൻ വേറൊരു കളർ എടുത്ത് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു വിൻഡ് വരുമ്പോൾ ലീഫ് കിടന്നിട്ട് ആടും, റൈറ്റ്? അപ്പോൾ ഈ ഭാഗം സ്റ്റെമ്മിൽ നിന്നും പോകുന്നില്ല. ഓക്കെ, ചില നല്ല വയസ്സായിട്ടുള്ള ഭയങ്കര അധികം ചീഞ്ഞൊക്കെ പോയിട്ടുള്ള ലീവ്സും കാര്യങ്ങളൊക്കെ വീഴുമായിരിക്കാം. കാരണം ഡെഡ് സെൽസ് ആണല്ലോ, അവരുടെ കയ്യിൽ എനർജി ഇല്ല, അല്ലെങ്കിൽ അവർക്ക് സ്ട്രെങ്ത്തും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ യങ് ആയിട്ടുള്ള ഒരു ലീഫ്, കുഞ്ഞായിട്ടുള്ളൊരു ലീഫ് കാറ്റത്ത് ഇങ്ങ് പറക്കുമ്പോൾ വീഴില്ല. കാരണം എന്താ, ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കൊണ്ട്. കാരണം എന്താ, അവിടെ കോളിൻകായ്മ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസ് ആണ്. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്, പാരൻകൈമ 2 ടൈപ്സ് നമ്മൾ പഠിച്ചു. ഒന്ന് ക്ലോറൻകൈമ, ഒന്ന് എയറൻകൈമ. സെക്കൻഡ് ടൈപ്പ് നമ്മൾ എന്താ പഠിച്ചത്, കോളിൻകൈമ. ആൻഡ് തേർഡ് ടൈപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ സ്ക്ലീറൻകൈമ അല്ലെങ്കിൽ സ്ക്ലീറൻകൈമാറ്റസ് ടിഷ്യൂ എന്ന് പറയും. ഓക്കെ, സ്ക്ലീറൻകൈമ, ഇറ്റ് സ്പെൽസ് ലൈക്ക് SCLERENCHYMA, സ്ക്ലീറൻകൈമ. ഒരു വെറൈറ്റി നെയിമാണ് അല്ലേ, സ്ക്ലീറൻകൈമ. ഓക്കെ, ഇത് എത്ര രീതിക്ക് പറഞ്ഞാലും ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഞാൻ പറഞ്ഞുതരാം. ഇത് ഭയങ്കര ഹാർഡാണ്. ഓക്കെ, ഭയങ്കര ഹാർഡാണ്, നല്ല സ്റ്റിഫാണ്, നല്ല കട്ടിയാണ്, നല്ല സ്ട്രോങ് ആണ്, നല്ല കട്ടിയാണ്. ഇനി നമുക്ക് പറഞ്ഞുതരാം. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളൊരു സംഭവമാണ്, നമ്മൾ കേരളക്കാരാണ്, നമുക്ക് കോക്കനട്ട് എന്താണെന്ന് അറിയാം. സോ ഹസ്ക് ഓഫ് ദ കോക്കനട്ട്, അതായത് നമ്മൾ തേങ്ങ പൊളിക്കുമ്പോൾ ആ ബ്രൗൺ കളർ സംഭവമില്ല, ഫൈബേഴ്സൊക്കെ വെച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സംഭവമില്ലേ, ഹസ്ക് എന്ന് പറയാം അതിനെ, തേങ്ങയുടെ തോടില്ലേ അത്, റൈറ്റ്, ഹസ്ക് ഓഫ് ദ കോക്കനട്ട്. അതാണ് നമ്മുടെ ഈ സ്ക്ലീറൻകൈമ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഓക്കെ ശരി, അത് നല്ല ഹാർഡാണ്, നല്ല സ്റ്റിഫാണ് അല്ല, എങ്ങനെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്. നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ
കാര്യം സ്ക്ലീറൻ കൈമ എന്ന് പറയുമ്പോൾ വിജലിമ്പിച്ച ഒരു പേരാണ്, കേൾക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നും. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന നമ്മുടെ കോക്കനട്ടിൻ്റെ ഹസ്കാണ് ഈ സ്ക്ലീറൻ കൈമ എന്ന് പറയുന്ന സംഭവം. ഇനി ഇവന്മാരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പഠിച്ച രണ്ട് പെർമനൻറ്റ് ടിഷ്യൂസ്, രണ്ട് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസ് ആണ് പാരൻ കൈമ, കോളൻ കൈമ. ഇവർ രണ്ട് പേരും ലൈവായിരുന്നു. ബട്ട് ഈ ലൈവ് ഓർ ലിവിങ് സെല്ലായിരുന്നു. ബട്ട് ഈ മൂന്നാമത്തത് പഠിക്കുന്ന സ്ക്ലീറൻ കൈമ എന്ന് പറയുന്ന നമ്മുടെ പെർമനൻറ്റ് ടിഷ്യൂ ഡെഡാണ്. ഓക്കെ, ഡെഡാണ്. അത് മാത്രമല്ല ഇവന്മാർ ലോങ് ആണ്, ഇവന്മാരുടെ സെൽസ് നല്ല ലോങ് ആണ്, നല്ല നാരോ ആണ്. പിന്നീട് നമ്മുടെ സ്ക്ലീറൻ കൈമയുടെ വാൾസുകളുണ്ടല്ലോ, സ്ക്ലീറൻ കൈമ എന്ന് പറയുന്ന ടിഷ്യൂസിലുള്ള ഓരോ സെൽസുകളുടെ വാൾസ് നല്ല തിക്കാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ആദ്യത്തെ പാരൻ കൈമ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സെൽ വാൾ നല്ല തിന്നാണെന്ന് പറഞ്ഞിരുന്നു. സെക്കൻഡ് കോളൻ കൈമ എന്ന് പറയുമ്പോൾ തിക്നെസ് എന്ന് പറയുന്നത് ഇറഗുലർ അറ്റ് ദി കോർണേഴ്സ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത് ഇവന്മാരുടെ വാൾസ് നല്ല തിക്കാണ്. ഇവന്മാരുടെ വാൾസ് തിക്കാവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഗ്നിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് തിക്കായത്. ഓക്കെ, ലിഗ്നിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഇവന്മാർ തിക്കായത്. ഓക്കെ, എന്തുകൊണ്ട്? ലിഗ്നിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഗ്നിൻ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. എന്ത് കെമിക്കൽ സബ്സ്റ്റൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് സിമെൻറ്റിൽ, നമ്മൾ സാധാരണ വീടൊക്കെ പണിയുമ്പോൾ ഉണ്ടാകുന്ന സിമെൻറ്റ് എന്തിനാണ്? നമ്മുടെ ബ്രിക്സ് കല്ലുകളുടെ ഇടയ്ക്ക് ഈ സിമെൻറ്റ് വെച്ചിട്ട് അങ്ങ് ഇവരുടെ കണക്ഷൻ അങ്ങ് സ്ട്രോങ് ആക്കും അല്ലേ? ആ ഒരു ബോണ്ട്, അതേ സെയിം ഫങ്ഷനാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ ലിഗ്നിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഇവന്മാർ ഒരു സിമെൻറ്റ് പോലെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവന്മാർ ഈ വാൾസുകളൊക്കെ തിക്കാക്കുന്നു, നന്നായിട്ട് ഹാർഡൻ ചെയ്യുന്നു. ഒരു സംഭവത്തിന് ഹാർഡ്നെസ് കൂടിക്കഴിഞ്ഞാൽ തന്നെ സാധാരണ തിക്ക് വരും. ഓക്കെ, സോ ലിഗ്നിൻ എന്ന് പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് സ്ക്ലീറൻ കൈമയുടെ വാൾസ് തിക്കാവുന്നത്. ഫൈൻ. നമ്മുടെ പാരൻ കൈമയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് ഇൻ്റർസെല്ലുലാർ സ്പേസുകളുണ്ട്. ഇൻ്റർസെല്ലുലാർ സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽസുകളുടെ ഇടയ്ക്ക് ഉള്ള സ്പേസിനാണ് ഇൻ്റർസെല്ലുലാർ സ്പേസ് എന്ന് പറയുന്നത്. പാരൻ കൈമയ്ക്ക് ഒരുപാട് ഇൻ്റർസെല്ലുലാർ സ്പേസുകളുണ്ട്. അതേ സമയത്ത് സെക്കൻഡായിട്ട് പഠിച്ചിട്ടുള്ള കോളൻ കൈമയ്ക്ക് വെച്ചാൽ ലിറ്റിൽ ഇൻ്റർസെല്ലുലാർ സ്പേസുകളാണ് ഉള്ളത്. ഇവിടെ നമ്മുടെ സ്ക്ലീറൻ കൈമ, മൂന്നാമത്തത് പഠിക്കുന്ന സ്ക്ലീറൻ കൈമയാണെങ്കിൽ എന്താണ്, നമ്മുടെ വാൾസൊക്കെ ഇവന്മാരുടെ വാൾസ് നല്ല തിക്ക്, ലിഗ്നിൻ്റെ പ്രസൻസ് കാരണം നല്ല തിക്കായതുകൊണ്ട് തന്നെ ഇൻ്റർസെല്ലുലാർ സ്പേസുകൾ ഓൾമോസ്റ്റ് ഇല്ലാന്ന് തന്നെ പറയാം. ഓക്കെ, ഇനി നമ്മുടെ സ്ക്ലീറൻ കൈമ എവിടെയൊക്കെയാണ് ഒരു പ്ലാന്റിൽ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ സ്റ്റെംസുകളിൽ കാണും. ഓക്കെ, പ്ലാന്റ്സിൻ്റെ സ്റ്റെംസുകളിൽ കാണും. പിന്നെ വാസ്കുലർ ബണ്ടിൽസിൻ്റെ എറൗണ്ട് കാണും. വാസ്കുലർ ബണ്ടിൽസ് എന്താണെന്ന് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രീഫായിട്ട് ഞാനൊരു ഇത് പറഞ്ഞുതരാം. നമ്മുടെ സ്റ്റെമ്മിലാണ് സാധാരണ വാസ്കുലർ ബണ്ടിൽസുകൾ ഉണ്ടാവുന്നത്. ഇവരൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് നമ്മുടെ സൈലം ഫ്ലോയിൽ എന്നൊക്കെ പറയുന്ന വാസ്കുലർ ട്യൂബ്സുകളുണ്ട് ഇവർക്ക്. വാസ്കുലർ വെസൽസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് പ്ലാന്റ്സിന്. അതിൽ വരുന്ന ഒരു സ്റ്റെമ്മിലുള്ള ഒരു പാർട്ടാണ് വാസ്കുലർ ബണ്ടിൽസ്. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരാം. ആ ഒരു പോർഷൻ വരുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സ്ക്ലീറൻ കൈമ എവിടെയൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെംസുകളിൽ, പ്ലാന്റ്സിൻ്റെ സ്റ്റെംസുകളിൽ ഉണ്ട്. പിന്നെ വാസ്കുലർ ബണ്ടിൽസിൻ്റെ എറൗണ്ടിലുണ്ട്. പിന്നെ വാസ്കുലർ ബണ്ടിൽസിൻ്റെ എറൗണ്ടിലുണ്ട്. പിന്നെ ലീവ്സിൻ്റെ വെയിൻസ്, നമുക്ക് ലീവ്സിൻ്റെ മുകളിൽ കൂടെ കുറേ ഞരമ്പുകൾ മാതിരി കാണാൻ പറ്റും അല്ലേ, അത് വെയിൻസ് എന്ന് പറയും. സോ ആ വെയിൻസുകളിലൊക്കെ ഉണ്ട്. സോ ഇൻ ദ വെയിൻസ് ഓഫ് ദ ലീവ്സ് ആൻഡ് ഇൻ ദി ഹാർട്ട് കവറിങ് ഓഫ് സീഡ്സ് ആൻഡ് നട്ട്സ്, അതായത് നമ്മുടെ സീഡ്സും നട്ട്സിനൊക്കെ കവറിങ്സിലെ അത് നല്ല ഹാർഡായിരിക്കും. നമുക്ക് നമ്മുടെ തേങ്ങയല്ല, നമ്മുടെ കോക്കനട്ടിൻ്റെ ഹസ്ക് തന്നെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഒരു സീഡിൻ്റെ കവറിങ് നല്ല സ്ട്രോങ് ആണ്. ഓക്കെ, അത് സ്ക്ലീറൻ കൈമാറ്റസ് ആണ്, ഡെഡ് സെൽസ് ആണ്.
അങ്ങനെ നമ്മൾ കണക്ട് ചെയ്തിട്ട് പഠിച്ചാൽ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, സോ സീഡ്സിൻ്റെയും നട്ട്സിൻ്റെയും കവറിങ്സിൻ്റെ ഹാർഡ് കവറിങ്സിൽ ഈ സ്ക്ലീറൻകൈമ ഉണ്ട്. ഓക്കെ, ഓൾ റൈറ്റ്. പിന്നെ നമ്മുടെ ഈ സ്ക്ലീറൻകൈമ പ്ലാന്റ്സിന് നല്ല സ്ട്രെങ്ത്താണ് കൊടുക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ദ സ്ട്രെങ്ത്. നമ്മൾ ആദ്യം പാരൻകൈമ പാരൻകൈമ സപ്പോർട്ട് കൊടുക്കുന്നു, പിന്നെ അതൊരു പാക്കിംഗ് ടിഷ്യൂ ആണ്. കോളൻകൈമ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നു, മെക്കാനിക്കൽ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. മൂന്നാമത്തേത് പഠിച്ച സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ ആയിട്ടുള്ള നമ്മുടെ സ്ക്ലീറൻകൈമ എന്താണ് കൊടുക്കുന്നത്? ദേ ഗിവ് സ്ട്രെങ്ത്, ദേ പ്രൊവൈഡ് സ്ട്രെങ്ത്. ഇവന്മാർ നല്ല ഡെഡ് സെൽസ് ആണ്, നല്ല സ്ട്രോങ് ആണ്, നല്ല ഹാർഡാണ്, നല്ല സ്റ്റിഫാണ്. പിന്നെന്താണ്, ഇതൊക്കെയാണ് മെയിൻ പാർട്സ്. സോ താങ്ക് യു. ഇന്നത്തെ ക്ലാസ് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഞാൻ വളരെ ബ്രീഫായിട്ട് ഇന്നത്തെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ ന്യൂ ചാപ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്തത്. ബയോളജിയിൽ ചാപ്റ്റർ 2 ആണ് നിങ്ങൾക്ക്. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റായിട്ട് ബൈൻഡ് ചെയ്തത് കൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ 6 ആണ്. ചാപ്റ്ററിൻ്റെ നെയിം ടിഷ്യൂസ് ആണ്. നമ്മൾ ടിഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഗ്രൂപ്പ് ഓഫ് സെൽസ് ഹാവിങ് സിമിലർ സ്ട്രക്ചർ വർക്കിംഗ് ടുഗെദർ ടു അച്ചീവ് എ പെർട്ടിക്കുലർ ഫങ്ഷൻ. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ്, ഒരു സെല്ലിൻ്റെ ഗ്രൂപ്പ് ഒരു കാണുമ്പോൾ ഓരോ സെൽസ് ഒരേപോലെ തോന്നുന്നു. ഈ ഗ്രൂപ്പ് ഓഫ് സെല്ല് ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യാനായിട്ടായിരിക്കും ആക്സസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇവന്മാരെയാണ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി പ്ലാന്റ്സും ആനിമൽസും സെയിം ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആണോ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്, ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ പറയുന്നു അല്ല, ഇവന്മാർക്ക് നോട്ടീസബിൾ ആയിട്ടുള്ള ഡിഫറൻസുകളുണ്ട്. അതിൽ ഒന്നാമത്തെ തന്നെ നമുക്കറിയാം, പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അവന്മാർ സ്റ്റേഷനറിയാണ്, ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവന്മാർക്ക് സ്ട്രക്ചർ സപ്പോർട്ടാണ് ആവശ്യം അല്ലേ. അതുകൊണ്ട് തന്നെ ഡെഡ് ടിഷ്യൂസ് ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുന്നത് ഈ ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ലെസ് മെയിൻ്റെനൻസ് മതി, എനർജി കുറവാണ്. അതേസമയത്ത് ആനിമൽസ് എപ്പോഴും മൂവ് ചെയ്യും. എന്തിനാണ്? ഫുഡിന് വേണ്ടി, മെയ്റ്റിന് വേണ്ടിയിട്ട്, ഷെൽട്ടേഴ്സിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് എനർജി കൺസ്യൂം ചെയ്യും. എനർജി കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവന്മാർക്ക് കൂടുതൽ എനർജി ആവശ്യം വരുവാണ്. അതേപോലെ തന്നെ ഗ്രോത്ത് പാറ്റേൺസിന് ഇവന്മാർക്ക് ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ പ്ലാന്റ്സ് ആച്ചെങ്കിൽ പെർട്ടിക്കുലർ റീജിയൻസിന് മാത്രമേ ഗ്രോത്ത് ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ആനിമൽസിന് ആച്ചെങ്കിൽ എല്ലാ ഭാഗത്തും യൂണിഫോം ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിന് ഏതൊക്കെ റീജിയൻസ് ആണ് വളരുന്നത് അല്ലെങ്കിൽ ഗ്രോ ചെയ്യുന്നത്, അത് ഡിവിഷൻ കപ്പാസിറ്റി ഓഫ് ദ സെൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ 2 ടൈപ്സ് ഓഫ് സെൽസുകൾ അങ്ങനെ ഉണ്ട്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, 2 ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഉണ്ട്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഉണ്ട്, പെർമനൻറ്റ് ടിഷ്യൂസ് ഉണ്ട്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ് ഗ്രോത്തിന് റെസ്പോൺസിബിൾ ആവുന്ന പ്ലാന്റ്സിൽ ഗ്രോത്തിന് റെസ്പോൺസിബിൾ ആവുന്ന ടിഷ്യൂസിനാണ് മെരിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ഗ്രോയിങ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. സോ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ലൊക്കേഷൻ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ലൊക്കേറ്റ് ചെയ്ത് എന്നുള്ള അടിസ്ഥാനത്തിൽ 3 ടൈപ്സുകളുണ്ട്. ഒന്ന് എപ്പിക്കലുണ്ട്, ഒന്ന് ഇൻ്റർകാലറി ഉണ്ട്, ഒന്ന് ലാറ്ററൽ മെരിസ്റ്റം ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നൗ കംസ് ദ പെർമനൻറ്റ് ടിഷ്യൂസ്. പെർമനൻറ്റ് ടിഷ്യൂസിലാണെങ്കിൽ എന്തൊക്കെയുണ്ട്? 2 ടൈപ്സ് ഉണ്ട്. സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ ഉണ്ട്, കോംപ്ലെക്സ് പെർമനൻറ്റ് ടിഷ്യൂ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് എ പെർമനൻറ്റ് ടിഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഡിവൈഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കപ്പാസിറ്റി അങ്ങ് പോകുന്ന സമയത്ത് ഒരു ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ അവർ എന്തൊക്കെ ചെയ്യും? സ്വന്തമായിട്ടൊരു ഷേപ്പ്, സ്വന്തമായിട്ടൊരു സൈസ്, സ്വന്തമായിട്ടൊരു ഫങ്ഷൻ അങ്ങ് ഗ്രാബ് ചെയ്യും. ഈ ഡിഫറൻസിയേഷൻ പ്രോസസ്സിലൂടെ പോയി കഴിഞ്ഞാൽ ഇവന്മാർ നേരെ അങ്ങ് ഒരു പെർമനൻറ്റ് ടിഷ്യൂ ആയിട്ട് മാറുകയാണ്. അങ്ങനെയാണ് പെർമനൻറ്റ് ടിഷ്യൂ സംഭവിക്കുന്നത്. സോ പെർമനൻറ്റ് ടിഷ്യൂ 2 ടൈപ്സ് ഉണ്ട്. സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ ഉണ്ട്, കോംപ്ലെക്സ് പെർമനൻറ്റ് ടിഷ്യൂ ഉണ്ട്. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിച്ചത് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. ഇവിടെ നമ്മൾ 3 സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസ് ആണ് പഠിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് പാരൻകൈമ, സെക്കൻഡ് വൺ ഇസ് കോളൻകൈമ, തേർഡ് വൺ ഇസ് സ്ക്ലീറൻകൈമ. പാരൻകൈമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പാക്കിംഗ് ടിഷ്യൂ ആണ്. പാക്കിംഗ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ തന്നെ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അത് മാത്രമല്ല ഫുഡ് സ്റ്റോർ ചെയ്യും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് വൺ ഇസ് സ്ക്ലീറൻ. പാരൻകൈമ നമ്മൾ 2 ടൈപ്സ് പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ്? ക്ലോറോഫിലിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസ് ചെയ്യുന്നു. ആ ക്ലോറോഫിൽ ഉണ്ടെങ്കിൽ ആ പാരൻകൈമയ്ക്ക് നമ്മൾ ക്ലോറിൻകൈമ എന്ന് പറയുന്നു. എക്വാട്ടിക് പ്ലാന്റ്സുകളിൽ അവർക്ക് ഒരുപാട് ലാർജ് എയർ ക്യാവിറ്റീസുകളുണ്ട്, വിച്ച് ഗിവ്സ് ദ പ്ലാന്റ് ദ എബിലിറ്റി ടു ഫ്ലോട്ട് ആൻഡ് ആ ഒരു പ്രോപ്പർട്ടിക്ക് നമ്മൾ ബോയൻസി എന്ന് പറയുന്നു. സോ ആ ടൈപ്പ് ഓഫ് പാരൻകൈമയ്ക്ക് നമ്മൾ എന്ത് പറയുന്നു? എയറൻകൈമ എന്ന് പറയുന്നു. സോ ഈ 2 ടൈപ്പാണ് നമ്മൾ പാരൻകൈമയെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്.
നൗ കംസ് ദി കോളിൻകൈമ. എന്താണ് കോളിൻകൈമ? പ്ലാന്റ്സിന് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്ന ഒരു പെർമനൻറ്റ് ടിഷ്യൂ ആണ് നമ്മുടെ കോളിൻകൈമ. മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നു. നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫ് സ്റ്റോക്കിൻ്റെ എപ്പിഡെർമിസിൻ്റെ ബിലോ ആയിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ദെൻ വാട്ട്? പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളൊരു പോർഷനാണ് സ്ക്ലീറൻകൈമ. സ്ക്ലീറൻകൈമ എന്ന് വെച്ചാൽ എന്താണ്? ദ തേർഡ് ടൈപ്പ് ഓഫ് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ ആണ്. ഇവന്മാരാച്ചെങ്കിലോ ആദ്യം പറഞ്ഞ 2 സെൽസുകൾ ലൈവാണ്, ലിവിങ് സെൽസാണ്. പക്ഷേ ഈ സ്ക്ലീറൻകൈമ വെച്ചെങ്കിൽ ഡെഡാണ്. സ്ക്ലീറൻകൈമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹാർഡാണ്, സ്റ്റിഫാണ്. നമ്മുടെ കോക്കനട്ട് ഹസ്ക് ഓഫ് ദി കോക്കനട്ട് അമ്മ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സീഡിൻ്റെയും നട്ട്സിൻ്റെ ഒക്കെ കവറിങ്ങിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റെമ്മിലുണ്ട്, പിന്നെന്താ വാസ്കുലർ ബണ്ടിലിൻ്റെ ചുറ്റുമുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്തേക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും പ്ലസ് another part of the portion നമുക്ക് കവർ അപ്പ് ചെയ്യാം. സോ താങ്ക് യു ഓൾ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ.